ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക. പടനിലത്താണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പം പോകുന്ന വഴി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കേക്ക് മേടിക്കാൻ പോകണം. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയത് നമ്മൾ കേക്ക് വാങ്ങി നമ്മൾ രാജ് ബേക്കറിയിലായിട്ടാണ് പോയത്. രാജ് ബേക്കറി അവിടുത്തെ സാധനങ്ങളൊന്നും ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടാക്കുന്നത്, ബോർമൽ ഉണ്ടാക്കുന്നത് കേക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി കേക്കായിരുന്നു. നമ്മൾ എന്നിട്ട് നേരെ നമ്മൾ പന്തളം വഴിയാണ് പോയത് കേട്ടോ. പന്തളം വഴി പോയപ്പം നമ്മുടെ പന്തളം അമ്പലമില്ല, അയ്യപ്പൻ്റെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട്, കാരണം ഇന്നലെ 12 വിളക്കായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് ഭയങ്കര പാടാണ്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ പടനിലത്തോട്ടാണ് പോകുന്നത്. പടനിലത്ത് എൻ്റെ വല്യമ്മച്ചിയും ചേട്ടനും ചേട്ടനിപ്പം അവിടെ ഇല്ല, ചേട്ടൻ ആർമിയിലാണ്. ചേട്ടനിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വരും. അപ്പം ഞങ്ങൾ നേരെ നമ്മൾ പന്തളം വൈഎമ്മിലോട്ടാണ് പോകുന്നത്. വൈഎമ്മിൽ പൊന്നിന് ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യപ്പന്മാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കയറാമെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അപ്പക്കൊണ്ടാണ് ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനാണ് അകത്ത് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ നേരെ നമ്മുടെ വൈഎമ്മിലോട്ട് പോയി. വൈഎമ്മെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലതായിട്ടും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവർ പുതുതായിട്ട് വൈഎം ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചാൽ നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് പാർട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് വന്നാൽ. ഇപ്പോൾ വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന പ്രൈസേ ഉള്ളൂ കേട്ടോ. പിന്നെ പെൺകുട്ടികളുടെ ആണെങ്കിൽ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെടുക്കണ്ട അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക, അടിപൊളി കളക്ഷനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ കുഞ്ഞിന് കോട്ടൺ ഡ്രസ്സ് എടുക്കുന്നത് വെച്ചാൽ പിള്ളേർക്കാണെങ്കിൽ മറ്റേ അല്ലാത്ത കുത്തുകയും ചൊറിയും ഒക്കെ ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഒരു നോർമൽ ഡ്രസ്സാണ് എടുത്തത്. പിന്നെ തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചിയാണ്. അടിപൊളി വ്യൂ ആട്ടോ, അടിപൊളി, എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു ഇതാണ്. അപ്പം എല്ലാവരും ആ വഴി പോവുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണം. അടിപൊളി, നല്ല രസമാണ് കാണാൻ. അവിടെ ഇപ്പം ചെറിയ എന്താ പറയുന്നത്, ഇപ്പം ബോട്ടിങ് എല്ലാം ചെറുതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇപ്പം ഒത്തിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്പോട്ടാട്ടോ, അടിപൊളിയാണ്. നമ്മളൊക്കെ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വല്യമ്മച്ചിയുടെ വീട് അവിടെയാണ്. അപ്പം ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ അവിടെ പോയി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അടിപൊളി വ്യൂ ആയിട്ട് രസമാണ് കാണാൻ. അപ്പം വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ മഴ സമയത്തൊക്കെ ആണെങ്കിലും വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ റോഡിലോട്ട് വെള്ളം കയറി നമുക്ക് അതിവിടെ നടക്കാൻ പറ്റുന്ന രസമാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലക്ഷ്മി, അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ നാത്തൂന്. ഇതാണ് ബർത്ത്ഡേ ഗേൾ പൊന്നുവേ. അവൾ ഞങ്ങളെ കണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കരച്ചിലും മേളമൊക്കെ ആയിട്ട് പിന്നെ ഇത് വല്യമ്മച്ചിയാണ്, എൻ്റെ അമ്മയുടെ ചേച്ചി. അപ്പുക്കുട്ടനെ എടുത്ത് അപ്പുക്കുട്ടനോട് കാര്യം കരച്ചിലൊക്കെ പറയാമെന്ന്. എന്നിട്ട് ഞാൻ നേരെ പൊന്നും സുട്ടാപ്പിയുടെ കണ്ടാൽ ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര അവൾക്ക് അപ്പയുടെ കരച്ചിലൊക്കെ മാറി. അതാണ് ബ്രദർ. വിഷ്ണു ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്, ജമ്മുവിലാണ്. 2 ദിവസം കഴിയുമ്പോൾ വരും. അപ്പം നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് വിട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്തൊരു പുതിയ ആളോടാണ്. ഇതാണ് ലക്ഷ്മി ചേച്ചി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, അതിൻ്റെ നാത്തു. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മുക്കുട്ടി എല്ലാത്തിനകത്തും കാർണിവലിനകത്ത് എല്ലാത്തിനകത്തും കയറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം, എനിക്ക് അതിനകത്തൊക്കെ കയറുമായിരുന്നു. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. എന്താ നല്ല ഒത്തിരി കച്ചവടവും അപ്പുറത്ത് കാർണിവൽ നടക്കുന്നുണ്ട്. ഞാൻ 2 വർഷമായി ഇപ്പോൾ വന്നിട്ട്, ഞാൻ ചേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ
വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളും. നല്ല 12 വിളക്കായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ശങ്കരനുമായിരുന്നു. അപ്പം ഇതാണ് പടനിലം പരബ്രഹ്മ ക്ഷേത്രം. നമ്മൾ സെയിം നമ്മുടെ ഓച്ചിറ പോലെ തന്നെ പരബ്രഹ്മമാണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയും വല്യമ്മച്ചിയൊക്കെ നേരത്തെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെ വന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊന്ന് കാണാം കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറി തൊഴാനേ പറ്റിയുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെയാണെങ്കിൽ കാർണിവൽ നടക്കുന്നിടത്തോട്ട് പോയി കേട്ടോ. അവിടെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാത്തിലും കയറണമെന്നൊക്കെ വെച്ചാൽ പോയത്, പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിൽ ഉറക്കമായിരുന്നു. അപ്പം ജസ്റ്റ് അമ്മയുടെ അവനെ കൊടുത്തിട്ടായിരുന്നു വന്നത്. ശങ്കരനാണെങ്കിൽ കയറണമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നിലും കയറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ട്രെയിനിലും കാറിലും അവനെ കയറ്റി. കുറേ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഒത്തിരി നല്ല തിരക്കായിരുന്നു. എല്ലാവരും കയറുന്ന കാണട്ടെ. അമ്മ എനിക്കിതേ കയറണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. എന്ത് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അമ്മയെ കയറാൻ നേരത്തെ അമ്മ ഇത് കുലുങ്ങുന്നു, എനിക്ക് പേടി, ഇത് കയറണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ ടിക്കറ്റ് എടുത്തതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അവരെ തിരിച്ചു കൊണ്ട് കൊടുത്തു, ക്യാഷ് തിരിച്ചു തന്നു കേട്ടോ. പറഞ്ഞു കാറേ കയറാം. ഞാൻ ചോദിച്ചു നീ കാറേ കയറാനാണോടാ? ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ പോയി എടുത്ത് അവിടെ നിൽക്കുമായിരുന്നേ. എൻ്റെ ഈ പൊന്നു ആണെങ്കിൽ അവിടെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര മൗനമായിരുന്നു. ബലൂൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറയും, ഭയങ്കര മൗനമൊക്കെ ആയിരുന്നു. പിന്നെ കാറേ കയറാൻ വേണ്ടി അവിടെ നിൽക്കുക. ശങ്കരനാണെങ്കിൽ കാറേ കയറി, കൂടാണെങ്കിൽ ഒരു മോളയോടെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര നാണം, അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം കേട്ടോ. ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനിടയ്ക്ക് അമ്മയും കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ട്രെയിനിൽ കയറാൻ പോയത്. ഞാനും ലക്ഷ്മിയും ശങ്കരനും പൊന്നൂടാണ് കയറിയത്. രസമായിരുന്നു കേട്ടോ. നമ്മളുടെയൊക്കെ കൊച്ചിയിലൊക്കെ ഈ സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ കയറിയിട്ട് പോലും ഇല്ല. അപ്പം ഇപ്പോഴല്ലേ അതിനുള്ള ഇതൊക്കെ ഇതാവത്തുള്ളൂ. അപ്പം കുഞ്ഞുങ്ങളോട് കയറി അവർക്കൊരു സന്തോഷമല്ലേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ എന്നിട്ട് നമ്മൾ ഈ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ, അതായത് ബോംബെ പൂടെന്ന് പറയും, അതൊക്കെ വാങ്ങിച്ച് അപ്പൂക്കൊണ്ടൊരു കിലുക്കമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നേ. പൊന്നിൻ്റെ ബർത്ത്ഡേ അല്ലേ, കേക്ക് മുറിക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പം കേക്ക് മുറിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങുവാണേ. കേക്കൊക്കെ മുറിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി എല്ലാവരും കൂടിയപ്പം കേക്ക് മുറിച്ച് ഫുഡും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നേരത്തെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്